മാഷന്മാരന്ന് ഹെഡ് മാസ്റ്റർ സ്വാമിയായിരുന്നു. ചെറുക്കിലായിരുന്നു മൂപ്പരുടെ മഠം. അവിടുന്ന് മാറിപ്പോയതാണ്. അപ്പം അന്ന് കിഴക്കോട്ടാണ് പടി. സ്കൂളിന്റെ പടി കിഴക്കോട്ടാണ്. അല്ലാണ്ട് വേറെ വടക്കോട്ട് തെക്കോട്ടില്ല. അങ്ങനത്തെ ഒരു കാലമായിരുന്നു. അന്ന് ഞാൻ ഓടി വരുമ്പോൾ ഹെഡ് മാസ്റ്റർ അടിച്ചു. എന്താ വെച്ചാൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് ഈ കുട്ടിയും ഞാനും കൂട്ടിയിട്ട് കയറ്റി മൂത്രപ്പുര സ്കൂളിൻ്റെ കിഴക്കോറായിരുന്നു. ആ വെപ്പ് വരേൻ്റെ ഉള്ളിൽ തന്നെ കിഴക്കോട്ടായിരുന്നു. അപ്പോൾ ഞാനും ഓടി വരുന്നുണ്ട് നനയുന്നതിന് ബുദ്ധിമുട്ടിയിട്ട്. പക്ഷെ കുട്ടി വീണു എന്ന് മാത്രമൊന്നുമല്ല, കുട്ടി ചുണ്ട് പൊട്ടിയപ്പോൾ ഹെഡ് മാസ്റ്റർ എന്നെ അടിച്ചു. കുട്ടിക്കാണ് കുറ്റം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കുട്ടിക്കാ കുറ്റം. ആദ്യം ആരായിരുന്നു ഓടിയതിന് മുമ്പിൽ ചോദിച്ചു. അല്ലാതെ ഞാനല്ലല്ലോ കുട്ടീനെ വിളിച്ചിട്ട്, എൻ്റെ പിന്നാലെയല്ലല്ലോ വന്നിട്ട് കുട്ടി പറഞ്ഞിട്ട് വീണത് എന്നൊക്കെ ചോദിച്ചിട്ട് വാദിച്ചു. പക്ഷെ അതിൻ്റെ കാര്യമില്ല. അതിന് വേണ്ടി തന്നെ അടിച്ചു ഒരു സ്വാമി. അങ്ങനെയൊക്കെയാണ്. പിന്നെ പടിഞ്ഞാറ് മഠത്തിലെ ബിരിക്കൽട്ടർ, പടിഞ്ഞാറ് മഠം കുഞ്ഞുണ്ണി അധികാരി എന്ന് പറയാം. ഉണ്ട്. കുഞ്ഞുണ്ണിയാണ്. അങ്ങനെ കുറേ കാലം ഞങ്ങൾ ഒരുമിച്ചിട്ട് പ്രവർത്തിച്ചിരുന്നു. എത്ര വയസ്സ്, ഏത് ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടാവുക? ഞാൻ അന്ന് ഒരു 7ാം ക്ലാസ് ആയിട്ടില്ല, 6 വരെ ഉള്ളൂ. അന്ന് ചാത്തന്നൂർ. ആ ചാത്തന്നൂർ എൻ്റെ വീടിൻ്റെ അസ്ഥിവാരം എന്ന് പറയും. അസ്ഥിവാരം അത് കിഴക്കോട്ട് ഇറങ്ങേണ്ട പടീൻ്റെ മൂലയ്ക്കൽ, വടക്കേ മൂലയ്ക്കൽ, അവിടെയാണ് എൻ്റെ അച്ഛനാണ് സ്ഥാപിച്ചത് ആ സ്കൂളിൻ്റെ. അതിൻ്റെ ടച്ച് ചെയ്തത് അച്ഛനായിരുന്നു. ആ മൂലയ്ക്ക് കല്ലിടുക എന്ന് പറയുന്നില്ലേ? അതെ. മനസ്സിലില്ലേ? ഒരു ഗ്രഹത്തിൻ്റെ കല്ലിടുന്ന സ്ഥാനം അന്ന് നാട്ടുകാർ പ്രമാണിമാരൊക്കെ വരണം. അങ്ങനെയൊക്കെയാണ് പരിപാടി. അച്ഛൻ്റെ പേര് ചേന്നൻ എന്നായിരുന്നു. കാണിച്ചു തരാം. അച്ഛൻ്റെ എൻ്റെ പേര്. അപ്പം അന്ന് ഈ വൃക്ഷങ്ങളൊക്കെ ഈ ചേമ്പറക്കാടുണ്ടല്ലോ, ചേമ്പറക്കാട്ടിലെന്ന് വരാണ് ആ സ്കൂളുകൾ. അന്ന് മരങ്ങൾ വെട്ടി മുറിച്ചോണ്ടില്ല. അന്ന് അവിടുത്തെ അമ്പരാനല്ലോ, അത് അമ്പരാൻ്റെ അനുവാദം ആ കാട് നടന്നിരുന്നത്. അന്ന് അവിടുത്തെ മരം കൊണ്ടാണ് എന്താണ് ഈ സ്കൂളിൻ്റെ പണി. എല്ലെന്ന് എഴുതിയ പോലെ വടക്ക് കിഴക്ക് ഇങ്ങനെയാണോ? ഇങ്ങനെ കിഴക്ക് പടിഞ്ഞാറ് ഇങ്ങനെ. അപ്പം എല്ലായല്ലോ. എല്ലാം ഈ സ്ഥാനത്താണ് സ്ഥാനക്കല്ലിട്ട്. അതിൻ്റെ അച്ഛനായിരുന്നു. അതങ്ങനെ അവിടുത്തെ ഒരു ഗോവിന്ദനാരുണ്ടായിരുന്നു, നാട്ടുപ്രമാണിയാണ്. അയാളാണ് അത് കൂമണി മനക്കിലെ തമ്പരനത് ഇഷ്ടമായില്ല. അവിടേക്ക് കൊണ്ടുപോകണം സ്കൂളിൽ എന്ന് പറഞ്ഞിട്ട് വാദിച്ചു. ഒട്ടത്തില്ല ഈ ഗോവിന്ദന്മാർ. അങ്ങനെയൊക്കെയായിരുന്നു. ഇവിടുത്തെ നാട്ടുപ്രമാണിമാരും മുഴുവൻ ചാത്തന്നൂരനെ സ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് എല്ലാ മനക്കാരും ഇയാൾ പറഞ്ഞ മാതിരിയാണ് ചെയ്യാൻ നിവൃത്തിയുള്ളൂ. കാര്യസ്ഥനായിരുന്നേ. അങ്ങനെയൊക്കെയാണ്. പിന്നെ ചെറുവാറ അപ്പൂട്ടൻ നായർ.
പിന്നെ ആരായിരുന്നു അതിൽ പോസ്റ്റ് മാസ്റ്റർ ഉണ്ടായിരുന്നു. അതിലൊരു പോസ്റ്റ് മാസ്റ്റർ ഉണ്ടായിരുന്നു. മൂപ്പർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ അന്ന് പണിക്കോ ഇവിടെ ആരുമില്ല ഈ രാജ്യത്ത്. ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ നടന്നിട്ട് അങ്ങനെ വിളിച്ചാണ്. പിന്നെ അവിടുത്തെ എഴുത്തച്ഛന്മാർ അറിയാം, അത് കിഴക്കോട്ട് പോയിട്ട് കുറച്ച് കിഴക്കോട്ട് പോകണം. എന്നിട്ട് ഇന്നും അതിൻ്റെ ഒരു ശാഖ ഉണ്ട് അവിടെ. ഒരു ഡോക്ടർ, നടക്കാൻ വയ്യാത്തൊരു ഡോക്ടർ, അയാൾ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ? ഡോക്ടർ ഗോപാലകൃഷ്ണൻ. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഇല്ല. അപ്പം അത് വട്ടുള്ളിക്കാവിൽ ഇറങ്ങണം. വട്ടുള്ളിക്കാവിൽ ഇറങ്ങുമ്പോൾ ലേശം പഠിച്ചിട്ട് പോലെ അവിടെ ഒരു സ്കൂളുണ്ട്, വൈദ്യശാലയുണ്ട്. അപ്പം അവിടെ മുഴുവൻ ഈ അതിഥികളാണുള്ളത് പഠിച്ചിരുന്നത്. അന്ന് ഇപ്പോഴും ആ മാഷ് ഇവിടെ ഉണ്ടോ മനസ്സില്ല. അപ്പം ഇതിനൊക്കെ സാധാരണക്കാർ ആരും ഇവിടെ ഇല്ല. ഇപ്പോൾ മരപ്പണി അറിയുന്നവരൊക്കെ അന്ന് കോയമ്പത്തൂരാ. ഏതാനും ആൾക്കാർ. അപ്പോൾ പണി ഹൈസ്കൂളിൻ്റെ പണി വൃത്തിക്ക് വേണ്ടിയിട്ട് എന്നോട് പറയും. ഇവിടെ താരുകുട്ടി ഉണ്ടായിരുന്നു, കണ്ടോ? കേട്ടോ? ആ മൂപ്പരാണ് മാനേജ്മെൻറ്റ് അന്ന് മരപ്പണി നടത്തിയിരുന്നത്. അങ്ങനത്തെ ഒരു കാലമായിരുന്നു അന്ന്. അപ്പോൾ അന്ന് അച്ഛനും ഞാനും കൂടിയിട്ടാണ് എവിടെ നോക്കിയാലും. പിന്നെ അന്ന് അംശം മേനോൻ, കോൽക്കാരൻ, അങ്ങനെയുള്ളൊരു കാലം. പടിഞ്ഞാറ് മഠത്തിലൊക്കെ അധികാരിമാരാണ്. അവർ പറഞ്ഞ മാതിരി കേൾക്കണം. മേനോൻ തന്നെ, മേനോൻ പെരുമുട്ടുകാരനായിരുന്നു. കുറുപ്പ് അത് ചെറുക്കൻ അമ്പലത്തിൻ്റെ തൊട്ടതൊക്കെയത്. അവിടെയാണ് ഇപ്പോൾ ഇന്നൊരു ഭക്ഷണശാല ഉണ്ടാക്കി. ഇല്ലേ? ഞാൻ രാത്രി ഇപ്പോൾ പോകാറില്ല, എവിടേക്കും പോകാറില്ല. നടക്കാൻ വയ്യായിട്ടല്ല, നടക്കാൻ വയ്യൊക്കെയല്ല, വടി ഉണ്ടോ? അതൊക്കെ വടികളാണ്. വടി കുത്തിയിട്ട് നടക്കും. പക്ഷേ അടി തെറ്റിയാൽ വീഴുകയും ചെയ്യും. വയസ്സ് എത്രയുണ്ടാവും? വയസ്സെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി 69 എന്നാണ് ഇതിലെ കണക്ക്. ആ കണക്ക് ഇപ്പോൾ 1/1/99 അത് 99. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നിട്ടുണ്ട് ഒരക്കം ഇല്ലേ?